ഹലോ ലേണേഴ്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ നമ്പർ 8 ആണ്. ദാറ്റ് ഇസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. പിന്നെ അവയുടെ ഡിഫറൻസ് എന്താണ്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചും പിന്നെ പ്രോമിസറി നോട്ട് എന്ന് വെച്ചാൽ എന്താണ്, പിന്നെ അതേപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, എന്താ സാധനം, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, പിന്നെ ചില ടേംസ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില വാക്കുകൾ, ചില ടേംസ് നമ്മൾ പഠിക്കും, അതെന്താണ്, പിന്നെ അതേപോലെ ചില ട്രാൻസാക്ഷൻസും പിന്നെ എങ്ങനെ നമുക്ക് ജേർണലിൽ റെക്കോർഡ് ചെയ്യാം, അതേപോലെ തന്നെ ചില ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണ് റിലേറ്റഡ് ടു ഡിസോണർ, റിട്ടയർമെന്റ് ആൻഡ് റിന്യൂവൽ ഓഫ് ബില്ലിന്റെ ഡിസോണറോ റിട്ടയർമെന്റോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. അതേപോലെ തന്നെ ഡിസ്ക്രൈബ് ദ യൂസസ് ഓഫ് ബിൽ റിസീവബിൾ ആൻഡ് ബിൽസ് പേയബിൾ ബുക്ക്, സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് യൂസ് ഓഫ് അക്കോമഡേഷൻ ബിൽ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് മൊത്തത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓൾ ദ മോർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ ഒരു ആവറേജ് രീതിയിലുള്ള ഒരു ചാപ്റ്ററാണ്, ബേസിക്കലി അത്ര ഹാർഡ് അല്ല. പിന്നെ അതേപോലെ തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് സ്റ്റേറ്റ് സിലബസുകാർക്ക് എക്സെപ്റ്റഡ് ആണ്. ഈ ഒരു ചാപ്റ്റർ സ്റ്റേറ്റ് സിലബസുകാർക്ക് ഇല്ല, CBSE-കാർക്ക് ഇത് ഉള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സാധാരണ ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോൾ നമ്മുടെ സെല്ലർ ഉണ്ട് അല്ലെ, സെല്ലർ ഒരു സാധനം ഗുഡ്സ് സെല് ചെയ്യുവാണ് നമ്മുടെ കസ്റ്റമർക്ക്. ഓക്കെ, അപ്പോൾ ഒരു സെല്ലർ കസ്റ്റമർക്ക് ഗുഡ്സ് സെല് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് സംഭവം സംഭവിക്കാം. ഒന്നെങ്കിൽ ഈ കസ്റ്റമർ സെല്ലർക്ക് തിരിച്ച് അതിന്റെ പൈസ പേ ചെയ്യാം, അതല്ല എങ്കിൽ പറയും ഓക്കെ അടുത്ത ദിവസം പേ ചെയ്യാം, പിന്നീട് ഒരു ദിവസത്തേക്ക് അവർ പേ ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ വിളിച്ചു, അതായത് ഒന്നെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, അതല്ല എങ്കിൽ അവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാം എന്ന് നമ്മൾ കണ്ടു അല്ലെ. ഇനി സിറ്റുവേഷൻ നമ്പർ 1, നമുക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ എന്താ സ്പെഷ്യാലിറ്റി, സെല്ലറിന്റെ അടുത്ത് സാധനങ്ങൾ ഗുഡ്സ് ഒക്കെ അങ്ങോട്ട് കസ്റ്റമർ പർച്ചേസ് ചെയ്തു, അതിന് പകരം പൈസ കൊടുത്തു, സംഭവം സെറ്റിൽഡ് ആണ്. ഇനി അതേപോലെ തന്നെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ എന്താണ് അവിടുത്തെ പ്രശ്നം, നമുക്കറിയാം സെല്ലർ സാധനങ്ങൾ സെല് ചെയ്തു, ഗുഡ്സ് അങ്ങോട്ട് സെല് ചെയ്തു കസ്റ്റമർക്ക്, പക്ഷേ കസ്റ്റമർ എന്ത് ചെയ്യാണ്, പ്രോംപ്റ്റ് ആയിട്ട് അന്നേരം തന്നെ പേയ്മെന്റ് തരുന്നില്ല, അതിന് പകരം ഒരു ഫ്യൂച്ചർ ഡേറ്റിലോട്ടാണ് അയാൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നാളെ, അങ്ങനെയൊക്കെ പല രീതിയിലും എന്ത് ചെയ്യാം, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് വരാം. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കാം, അപ്പോൾ നമുക്കറിയാം ഒരു കാര്യവും നമുക്ക് സർട്ടൻ ആയിട്ട് പറയാൻ പറ്റില്ല അല്ലെ, ഇന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ കസ്റ്റമർ നമ്മുടെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി, ഫോർ എക്സാമ്പിൾ ഒരു 1 lakhന്റെ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഇയാൾ ഇല്ലാണ്ടാവോ, അല്ലെങ്കിൽ മുങ്ങുവോ, എന്ത് സംഭവിച്ചാലും നമുക്കല്ല നഷ്ടം അല്ലെ, ഈ സെല്ലർക്കാണ് അതിന്റെ ലോസ് വരിക. അപ്പോൾ അതിനെ പേടിച്ചിട്ട് സെല്ലർ എന്ത് ചെയ്യും, സെല്ലർ ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോമിസറി നോട്ട് മേടിക്കും. അതായത് പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയും ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത എന്താണ്, ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് എഴുതിയിരിക്കും, അതായത് ആര് ഈ പൈസ മേടിച്ചു, എത്ര രൂപയാണ് മേടിച്ചത്, എപ്പോൾ പേ ചെയ്യും, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്, സൈൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോമിസറി നോട്ടിന്റെ അകത്ത് മെൻഷൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു അഷ്യൂറൻസ് വരുത്തുകയാണ്, അതായത് ഇയാൾ നമുക്ക് ഇന്ന ദിവസം ഇന്ന കണ്ടീഷൻസ് പ്രകാരം നമുക്ക് നമ്മുടെ പൈസ തരും എന്ന് നമ്മൾ എഴുതി മേടിക്കുന്നതിനാണ്, ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ പ്രൂഫിന് പറയുന്നതാണ് നമ്മൾ പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇനി ഇതേ സാധനത്തിന് നമ്മൾ പണ്ടും ഇതേപോലെ തന്നെ, അതായത് നമ്മൾ ഇപ്പോഴാണ് ഇങ്ങനത്തെ പേരുകളൊക്കെ പുറത്തു വന്നത്, പക്ഷെ പണ്ട് തൊട്ട് തന്നെ ഇതേ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സിറ്റുവേഷനിൽ അവയെ വിളിക്കുന്ന പ്രോമിസറി നോട്ടുകളെ വിളിക്കുന്ന പേരാണ് ഹുണ്ടീസ് എന്ന് പറയും നമ്മളതിന്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നുണ്ട് പല ടൈപ്പിൽ ഓഫ് ഹുണ്ടീസ് ഉണ്ട്, അതായത് ഷഹജോ ഹുണ്ടി, ദർശനി ഹുണ്ടി, മുദ്ദാത്തി ഹുണ്ടി, പിന്നെ അങ്ങനെ ഭീകരമായിട്ടുള്ള പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നിലവിൽ അതിനെപ്പറ്റി നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഹുണ്ടീസ് എന്ന് പറയുമ്പോഴത്തേക്കും ദീസ് ആർ ഈക്വലൻ ടു ടുഡേസ് മോഡേൺ വേൾഡ് പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അത് മാത്രം മനസ്സിലാക്കുക. പണ്ട് അതിനെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഹുണ്ടി എന്നാണെന്നുണ്ടെങ്കിൽ ഇന്ന് അവനെ വിളിക്കുന്ന പേര് പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് ചുരുക്കം. ഇത് നമ്മൾ പറഞ്ഞു ഇത് എന്തിനാണ് ബേസിക്കലി, അല്ലെങ്കിൽ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഹ്യൂണ്ടീസ് അല്ലെങ്കിൽ നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഗവൺ ചെയ്യുന്ന ആക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ത്യൻ നെഗോഷ്യബിൾ ആക്ട് ഓഫ് 1881. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇതിന്റെ വർക്കിംഗ്, അല്ലെങ്കിൽ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാം. ഇവിടെ ഒരാളാണ് അമിത് സോൾഡ് ഗുഡ്സ് ടു രോഹിത്. അപ്പം അമിത് എന്ത് ചെയ്തു, രോഹിത്തിന് ഗുഡ്സ് സെല് ചെയ്തു, റുപ്പീസ് 10,000 റുപ്പീസിന് ഗുഡ്സ് സെല് ചെയ്തു. അപ്പം രോഹിത് എന്ത് ചെയ്യണം, തിരിച്ച് പൈസ കൊടുക്കണ്ടേ, വേണം. പക്ഷേ ഇവിടെ രോഹിത് കൊടുക്കുന്നില്ല. അതിന് പകരം രോഹിത് പറയാണ് 3 months കഴിയുമ്പോൾ ഞാനത് പേ ചെയ്യാം, 3 മാസം കഴിയുമ്പോൾ പേ ചെയ്യാം അല്ലെ. അപ്പോൾ 3 മാസം കഴിയുമ്പോഴത്തേക്ക് രോഹിത് ജീവനോടെ ഉണ്ടോ, അല്ലെങ്കിൽ രോഹിത് നാട് വിട്ടു പോകുമോ, ഇതൊന്നും അറിയാത്തത് കൊണ്ട് നമുക്ക് അവനെ വെറുതെ വിടാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ അമിത് എന്ത് ചെയ്തു, അമിത് ഒരു ബിൽ അങ്ങ് ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പോൾ അമിത് ഒരു ബിൽ അങ്ങ് ഡ്രോ ചെയ്തു. ഓക്കെ, രോഹിത്തിന്റെ പേരിൽ ബില്ല് എഴുതി. ഓക്കെ, എന്നിട്ട് പറഞ്ഞു 10,000 റുപ്പീസ് എൻ്റെ അടുത്ത് പൈസ, ഇത് ഗുഡ്സ് മേടിച്ചിട്ടുണ്ട്, ഇന്ന ഡേറ്റ് ആണ്, ഇന്ന ഡേറ്റിൽ ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്, 3 monthsനുള്ളിൽ തിരിച്ചു തരണം എന്നും പറഞ്ഞിട്ട് പുള്ളി എഴുതി വെച്ചു. ഓക്കെ, സോ ഈ എഴുതിയതാരാണ്, ബില്ല് പ്രിപ്പയർ ചെയ്തതാരാണ്, അമിതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇയാളെ വിളിക്കും ഡ്രോയർ. ഇയാളാണ് ബില്ല് ഡ്രോ ചെയ്തുണ്ടാക്കിയെന്ന് ചുരുക്കം. അപ്പോൾ ഇയാളെ വിളിക്കുന്ന പേരാണ് ഡ്രോയർ, ഇസ് ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇനി നമുക്കറിയാം ഇത് ആരുടെ പേരിലാണ്, രോഹിത്തിന്റെ പേരിലാണ് ഡ്രോ ചെയ്തേക്കുന്നത്. അപ്പം പൈസ ആരാ തരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഹിത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രോയി എന്ന് വിളിക്കും. ഇനി ഈ രണ്ട് ട്രാൻസാക്ഷനിൽ ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് എ പേഴ്സൺ ഹു ഈസ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ പേയ്മെന്റ് കൊടുക്കുന്നത് അവരെ നമ്മൾ പേ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ രോഹിത് ആർക്കാ പൈസ കൊടുക്കുന്നത്, അമിത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ തന്നെ നമ്മൾ പേ എന്ന് നമ്മൾ വിളിക്കും. പക്ഷേ ചില എക്സാമ്പിൾ എന്ത് സംഭവിക്കും, എ എന്ന് പറയുന്ന വ്യക്തി ബിക്ക് ഗുഡ്സ് സെല് ചെയ്തു. അപ്പം എ ഇവിടെ ഒരു ബില്ല് ഡ്രോ ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എ പറയാണ്, എ പൈസ കൊടുക്കാറുണ്ട്, എയുടെ ക്രെഡിറ്ററായ സിയുടെ പേരിലാണ് ഈ ട്രാൻസാക്ഷൻ പേ ചെയ്യുന്നത്. അതായത് എ സിക്ക് ഒരു 10,000 റുപ്പീസ് കൊടുക്കാനുണ്ടെന്ന് വിചാരിച്ചു. അപ്പം ബി എക്ക് കൊടുക്കാനുള്ള പൈസ നേരെ ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ബില്ല് ഡ്രോ ചെയ്താരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ഡ്രോയർ എന്ന് വിളിക്കും. ഇനി ആരാ ബില്ല് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ ഡ്രോയി എന്ന് വിളിക്കും. പക്ഷേ ഇത് ആരുടെ പേരിലാണ് ഇവിടെ പേ ചെയ്യുന്നത്, ഡ്രോയറിന്റെ പേരിലാണോ, അല്ല. ഇവിടുത്തെ പേ എന്ന് പറയുന്നത് സി ആയി മാറും, വേറൊരു വ്യക്തിയായി മാറി അല്ലെ. അപ്പം ഇങ്ങനെയും സംഭവിക്കാം. സാധാരണഗതിയിൽ നമ്മുടെ ഡ്രോയറും പേയും ഒരേ ഒരു വ്യക്തി ആവാനാണ് ചാൻസ് ഉള്ളത്. പക്ഷേ അതൊരിക്കലും ഒരു റൂൾ അല്ല. എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ നല്ല ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യുക, ഏത് ആൾക്ക് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയാൽ അറിയാം,
ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. അതായത് നമ്മൾ പറയുന്നത് എന്താണ്, വാക്കാല് നമ്മൾ പറയുന്നതിൽ ഒരു മീനിങ് ഉണ്ടാവില്ല, അല്ലെ അത് എപ്പോൾ വേണേലും മാറ്റം വരാം. അപ്പൊ അതുകൊണ്ട് പറയുന്ന ഒരു ആദ്യത്തെ കണ്ടീഷനാണ് എപ്പോഴും നമ്മൾ എഴുതി കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കേണ്ട ഒരു സാധനമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇനി അടുത്തത്, ഇറ്റ് ഇസ് എൻ ഓർഡർ ടു മേക്ക് പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ആജ്ഞാപിക്കലാണ് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കലാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഓർഡർ ഓഫ് പേയ്മെന്റ് ഇസ് അൺകണ്ടീഷണൽ. അതായത് പ്രത്യേകിച്ച് ഇവിടെ വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് മാത്രം വായിച്ച് തിട്ടപ്പെടുത്തിയിട്ട് ആക്സെപ്റ്റഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഫൈനൽ എന്ന് മനസ്സിലാക്കുക. ദ മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് സൈൻ ഇറ്റ്. മേക്ക് ചെയ്യുന്നയാൾ, അതായത് നമ്മുടെ ഡ്രോയർ, അതിന് വേണ്ടി സൈൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ മസ്റ്റ് ബി സർട്ടൻ. സർട്ടൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സർട്ടൻ ആയിട്ട് ക്ലിയർ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് ആയിരിക്കണം. അപ്പോൾ അതേപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുന്നേ വരെ അതിനെ ഒരു ഡ്രാഫ്റ്റ് എന്ന് വിളിക്കും. നമ്മുടെ ഡ്രോയി അതിനെ ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മാത്രമാണ് അതിനെ നമുക്ക് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ബേസിക്കലി റിട്ടൺ ഓൺ ദ നെയിം ഓഫ് ദ പേഴ്സൺ. അതായത് ഒരു വ്യക്തിയുടെ പേരിലായിരിക്കും നമ്മൾ ഇതിനെ മെൻഷൻ ചെയ്യുക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എയുടെ പേരിലാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രോമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ ഈ എക്ക് മാത്രമേ ഇതിന്റെ ഒരു അവകാശമുള്ളൂ, ഇത് പേ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിപ്പം ഈ എ ബിയുടെ കയ്യിലോട്ട് കൊടുത്ത് വിടുവാന്ന് വെച്ചോ, ബിയുടെ കയ്യിലോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ബി കനോട്ട് ഡു ദ പേയ്മെന്റ്, അല്ലെങ്കിൽ ബിനെ നമുക്ക് ബെയർ എന്ന് വിളിക്കും, അതായത് ബെയർ ചെയ്യുന്ന ആൾ. ഈ പ്രോമിസറി നോട്ട് നമ്മുടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലെ തന്നെ ഒരു ഐറ്റമാണ്. ഈ ഒരു നമ്മുടെ പ്രോമിസ് ആണ് ബേസിക്കലി, നമ്മൾ ഈ ഒരു ടൈമിനുള്ളിൽ പെർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് ആണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ബെയർക്ക് കൊടുക്കുന്നത്, അതായത് നമ്മൾ RBIയുടെ റൂൾ പ്രകാരം പറയുന്നത് പ്രോമിസറി നോട്ട് ബെയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ പേയ്മെന്റ് സ്വീകരിക്കാനുള്ള അവകാശമില്ല, അതൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് ബേസിക്കലി ഇവിടെ ഒരു അപ്രൂവലിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല. നമ്മൾ പറഞ്ഞില്ല ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മാത്രമാണ് അതിനൊരു വാലിഡിറ്റി ഉള്ളൂ പറഞ്ഞു. പക്ഷേ പ്രോമിസറി നോട്ടിന് അങ്ങനെയല്ല. ഇപ്പം എയുടെ അടുത്ത് എ സെല്ലറാണ്, എ ബിക്ക് സെല് ചെയ്തു അല്ലെ, അപ്പം തിരിച്ച് ഗുഡ്സ് സെല് ചെയ്തപ്പോഴത്തേക്കും ബി ഇങ്ങോട്ട് പൈസ തരാൻ ബാധ്യസ്ഥരാണ്, പക്ഷേ ബി തന്നില്ല. അപ്പൊ അതിന് പകരം ബി തന്നെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ബി ആണ് ഇവിടുത്തെ പ്രോമിസറി നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, സൈൻ ചെയ്യും, അതേപോലെ സ്റ്റാമ്പ് കുത്തിയിട്ട് പറയും ഓക്കെ ഞാൻ ഇത്ര മാസങ്ങൾക്കുള്ളിൽ 3 monthsനോ എത്ര ടൈം പീരീഡ് ആണെന്ന് വെച്ചാൽ ആ ടൈമിനുള്ളിൽ ഞാൻ ഈ പേയ്മെന്റ് ചെയ്തോളാം എന്ന് പറയുന്നത് ബിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ബി തന്നെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിന് മേളിൽ അഡീഷണൽ ആയിട്ട് ഒരു ആക്സെപ്റ്റൻസിന്റെ ഒന്നും ആവശ്യം ഇല്ല. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോമിസറി നോട്ടിന്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, അശോക് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ തന്നെ പറയാണ് ഞാൻ 30,000 rupees സാധനം മേടിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ പ്രോമിസ് ചെയ്യാണ് ഹരീഷ് ചന്ദർ ആ ചന്ദർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രയും റുപ്പീസ് പേ ചെയ്തോളാം എന്ന് സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് ഇയാളാണ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോമിസറി നോട്ടിന്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 വ്യക്തികളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഇസ് എ മേക്കർ ഓർ ഡ്രോയർ. അപ്പോൾ ആ പേരിൽ തന്നെ നമുക്കറിയാം മേക്കർ എന്ന് പറയുന്ന ആരാണോ ഈ ബില്ല് ഡ്രോ ചെയ്യുന്നത് അയാൾ നമ്മൾ പറയുന്നതാണ് മേക്കർ ഓർ ഡ്രോയർ ഓഫ് ദ പ്രോമിസറി നോട്ട് എന്ന് നമ്മൾ വിളിക്കും. ഇനി ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരുടെ പേരിലാണ് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ ആർക്കാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ വിളിക്കുന്നതാണ് ഡ്രോയി ഓർ പേയി എന്ന് നമുക്ക് ഇതിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്നത് പറയുമ്പോൾ ഇതിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതേപോലെ തന്നെ പ്രോമിസറി നോട്ടിനുണ്ട്. അപ്പോൾ ചുമ്മാ വായിച്ച് നോക്കിയാൽ അറിയാം ഫ്രെയിംവർക്ക് ഓഫ് റിലേഷൻഷിപ്സ്. അതായത് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തൊട്ട് മുന്നേ പഠിച്ച ഒരു കോൺസെപ്റ്റിൽ നമുക്കറിയാം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദ ബയർ ആൻഡ് സെല്ലർ ആണ് അല്ലെ. അപ്പം സെല്ലറിന്റെ ഇടയിലുള്ള ആ ഒരു ട്രസ്റ്റ് ആണ് ഇവിടെ കാരണം. അല്ലാണ്ട് നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ ബില്ലും എഴുതി നമ്മൾ ആക്സെപ്റ്റഡ് മേടിച്ചിട്ട് വല്ല കാര്യമൊന്നും ഇല്ല. അപ്പം അവിടെ നമ്മളൊരു ബേസിക് ഒരു എഗ്രിമെന്റ് ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യാറ്. സെർട്ടനിറ്റി ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതായത് പറഞ്ഞാൽ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആക്സെപ്റ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഡ്രോയി ആക്സെപ്റ്റഡ് എന്ന് എഴുതാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ചിലപ്പോൾ പണി കിട്ടും നോക്കിയിരിക്കും അല്ലെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ. കൺവീനിയന്റ് മീൻസ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു പൈസ മറിക്കാൻ ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ്. കൺക്ലൂസീവ് പ്രൂഫ്, അപ്പം ഇത് എന്ന് പറയുമ്പോൾ ലീഗൽ ഡോക്യുമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതായത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലറായിട്ട് നമുക്ക് നടക്കാനോ ആക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ട് നമ്മൾ പൈസ കൊടുക്കാതിരിക്കാനോ ഒന്നും പറ്റത്തില്ല. ബിക്കോസ് ഇതൊരു നോട്ടറിയുടെ അടുത്ത് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതേപോലെ അടുത്തതെന്ന് വെച്ചാൽ ഇറ്റ്സ് ഈസിലി ട്രാൻസ്ഫറബിൾ എന്നാണ്. അതായത് നമ്മളിപ്പം പൈസ പേ ചെയ്യാനുള്ള വ്യക്തി നമ്മുടെ പേരിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ മറ്റൊരാളുടെ പേരിൽ ഇത് എൻഡോഴ്സ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ സൈൻ ചെയ്തിട്ട് അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ട് എൻഡോഴ്സ് ചെയ്യാവുന്നേ ഉള്ളൂ, കൈമാറ്റം ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ കടത്തിന്. അതായത് എനിക്ക് പകരം വേറൊരാൾ തരും എന്നുള്ള രീതിയിൽ നമുക്ക് കൈമാറാവുന്നതേ ഉള്ളൂ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കാര്യം. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഇസ് മെച്യൂരിറ്റി ഓഫ് ബിൽ. ബിൽ എപ്പോഴാണ് മെച്യൂർ ആവുന്നത് എന്ന്. അത് എപ്പോഴായിരിക്കും നമുക്കറിയാം. ഏതൊരു ബില്ലും അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും മെച്യൂർ ആകുക എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു ഡ്യൂ ഡേറ്റ് എത്തുക എന്നുള്ളതാണ്. ഡ്യൂ ഡേറ്റ് എത്തുക എന്നുള്ളതാണ് മെച്യൂരിറ്റിയുടെ മീനിങ് വരുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും LICയുടെ പോളിസിയുടെ ടൈം മെച്യൂർ ആയി അല്ലെങ്കിൽ ആ പോളിസി എമൗണ്ടിന്റെ ടൈം പീരീഡ് മെച്യൂർ ആയി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതുപോലെ കാര്യങ്ങളാണ്. അതായത് ആ ഒരു ഡേറ്റ് വന്നു എന്നുള്ളതാണ്, എൻഡ് ഡേറ്റ് വന്നു. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കാര്യമാകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പേ ചെയ്യാൻ അഗ്രി ചെയ്തിരിക്കുന്ന ആ പെർട്ടിക്കുലർ ഡേറ്റിനെയാണ് നമ്മൾ മെച്യൂരിറ്റി ഡേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി മെച്യൂരിറ്റി ഡേറ്റിന്റെ ഒപ്പത്തിന് പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ദാറ്റ് ഇസ് ഗ്രേസ്, ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് വിളിക്കും. ഡേയ്സ് ഓഫ് ഗ്രേസ്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം 1/1/2025 നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് നമ്മളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തു. ഇനി അത് നമ്മൾ വെക്കുന്നത് 3 മാസം കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് 3 മാസത്തിനുള്ളിൽ ഡ്രോ ചെയ്യാനുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും മെച്യൂരിറ്റി ഡേറ്റ് ഏതായിരിക്കും, അതായത് 1/3/2025 ആണ് ഇവിടുത്തെ മെച്യൂരിറ്റി ഡേറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ പ്രൊവിഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കൃത്യം 1-ാം തീയതി തന്നെ പേ ചെയ്യണം എന്ന് ഇല്ല, നിർബന്ധമില്ല. ഓഫ് കോഴ്സ് മെച്യൂരിറ്റി ഡേറ്റ് 1-ാം തീയതി ആണെങ്കിൽ പോലും പ്ലസ് ഒരു 3 days കൂടി നമുക്ക് എക്സ്ട്രാ ഇവിടെ ബോണസ് ആയിട്ട് കിട്ടുവാണ്. അതിനെ വിളിക്കുന്നതാണ് ദ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് പലപ്പോഴും നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ ആയതുകൊണ്ട് പലപ്പോഴും നമുക്ക് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആയിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അമിത് എന്ത് ചെയ്തു, എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അമിത് രോഹിത്തിനെ കുറച്ച്
കുറച്ച് ഗുഡ്സ് സെല് ചെയ്തു. രോഹിത് പകരം ഒന്നും തന്നില്ല. അതിന് പകരം അമിത് എന്ത് ചെയ്തു? അമിത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തു. രോഹിത്തിന്റെ സൈൻ മേടിച്ചു, ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞൊക്കെ മേടിച്ചു. ഇനി ഇത് മേടിച്ചേക്കുന്നത് ഇപ്പൊ നമ്മുടെ ഡേറ്റ്, സാങ്കല്പികമായിട്ടുള്ള ഡേറ്റ് നമുക്ക് എടുക്കാം 1/1/2025 ആണെങ്കിൽ ആഫ്റ്റർ 3 months ആയിരിക്കും രോഹിത് പേ ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അല്ലെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അമിത്, നമ്മുടെ സെല്ലർക്ക് അതിന് മുന്നേ ആയിട്ട് കുറച്ച് പൈസയ്ക്ക് ആവശ്യം വന്നു. ഓക്കെ, അപ്പൊ ഇത് 1 lakh rupees ട്രാൻസാക്ഷൻ ആണ് നമുക്ക് വിചാരിക്കാം. അപ്പൊ നമുക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായിട്ട് നമ്മളൊരു ബാങ്കിൽ പോകും. ഓക്കെ, നമ്മൾ പറയുന്ന ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാങ്കുമായിട്ട് നമുക്ക് ഇതിനെ എൻകാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എൻകാഷ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 1 lakh rupees പെട്ടെന്ന് ആവശ്യം വന്നുവെങ്കിൽ നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയി ബാങ്കിൽ മാറിയിട്ട് അവിടെ നിന്ന് നമുക്ക് 1 lakh rupees കൈപ്പറ്റാം. ഇനി 1 lakh അതേപടി കിട്ടണമെന്നില്ല. അതിൽ നിന്ന് കുറച്ച് അവരുടേതായ ചാർജസ് ഒക്കെ അവർ റിഡ്യൂസ് ചെയ്യും. എന്നാൽ പോലും ഒരു തുക നമ്മുടെ കയ്യിൽ കിട്ടും. ഒരു മിനിമൽ ആയിട്ടുള്ള ചാർജസ്, ബാങ്ക് ചാർജസ് കുറച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് കയ്യിൽ കിട്ടും അത്യാവശ്യ നേരത്ത്. ഇനി ആരാണ് ഈ ഡ്രോയി? അപ്പോൾ വീണ്ടും ഇയാൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? തോന്നുന്നുണ്ടോ? ഇല്ല. ഡ്രോയി എന്ന് പറയുന്ന ആറ് ഇനി പൈസ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ ബാങ്കിനായിരിക്കും എന്ന് ചുരുക്കം. സോ ഈ ഒരു പ്രോസസ്സിനെ ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു പേരാണ് ദാറ്റ് ഇസ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്നാണ് ഇത് വിളിക്കുക. അപ്പം ഇവിടെ ആരുടെ കാര്യത്തിലാണ് ഇവിടെ ഡിസ്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? വിലയിൽ ഒരു കുറവ്, 10 രൂപയുടെ സാധനം 9 രൂപ 8 രൂപ ഇതൊക്കെ കൊടുക്കുന്നതാണ് ഡിസ്കൗണ്ട് എന്നറിയാം അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ പറയാനേ ഉള്ളൂ. അതായത് ഇവിടെ 1 lakh rupeesന്റെ ആദ്യമേ ഉണ്ടായിരുന്ന ബില്ലായിരുന്നു അല്ലെ. പക്ഷെ നമ്മൾ അത് 3 months കാത്തിരിക്കണം അത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ബാങ്കിനോട് നമ്മൾ ചോദിക്കുകയാണ് അത് നമുക്ക് തരാൻ. അപ്പൊ ബാങ്കുകാർ 1 lakhൽ നിന്ന് അവരുടേതായ ചെറിയ ചാർജസ് ഒക്കെ റിഡ്യൂസ് ചെയ്തിട്ടാണ് അവർ നമുക്ക് ഈ പൈസ തരുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലും ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1 lakh rupees. 1 lakhൽ എങ്ങനെ പോയാലും ഒരു 10, 200, 1000 ഒക്കെ കുറച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പേര് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻഡോഴ്സ്മെന്റ് ഓഫ് ബിൽ എന്ന് പറഞ്ഞ അടുത്ത കോൺസെപ്റ്റിനെ പറ്റി പഠിക്കാം. അപ്പൊ എൻഡോഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിങ് ടേംസിൽ കണ്ടുവരുന്ന ഒരു വാക്കാണ് എൻഡോഴ്സ്മെന്റ്. അപ്പൊ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾ അമിത്തിന്റെ രോഹിത്തിന്റെ തന്നെ എടുക്കാം. അമിത് രോഹിത്തിന് സെല് ചെയ്തു. സെല് ചെയ്യുന്നതിന് പകരമായിട്ട് രോഹിത് പൈസ തരാനുണ്ടായിരുന്നു. പക്ഷെ പൈസ തരാത്തത് കൊണ്ട് അയാളുടെ പേരിൽ നമ്മൾ ഒരു 1 lakhന്റെ അല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്, 1 lakhന്റെ ഒരു ബില്ല് ഡ്രോ ചെയ്തു. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രോഹിത്തിന്റെ കയ്യിൽ നിന്ന് അമിത് പൈസ മേടിക്കുന്നതിന് പകരം അമിത് പൈസ കൊടുക്കാനുള്ള വേറൊരു ക്രെഡിറ്ററിന്റെ പേര് എഴുതും. അതായത് സി എന്ന് പറയുന്ന വ്യക്തിക്ക് അമിത് പൈസ കൊടുക്കാനുണ്ട്. അപ്പം ഈ ബില്ല് നമ്മൾ ഡ്രോ ചെയ്തിട്ട് ഇതിന്റെ ബില്ല് എൻഡോഴ്സ് ചെയ്തിട്ട് സിയുടെ പേര് എഴുതുക ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? രോഹിത് തരാനുള്ള പൈസ നേരെ സിയുടെ പോക്കറ്റിലോട്ട് പോകും. അപ്പൊ ഇതിനെയാണ് ബേസിക്കലി എൻഡോഴ്സ്മെന്റ് ഓഫ് ബിൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിന്റെ ഗുണം എന്താണ്? അതായത് നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടുകയും ചെയ്യും, അതേപോലെ നമ്മുടെ ഒരു ലൈബിലിറ്റി ഇവിടെ ക്ലോസ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നമ്മൾ ഇതിനെങ്ങനെ നമ്മൾ ഇതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ നോക്കുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ റെക്കോർഡിംഗിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ഇവിടെ 3 കാര്യങ്ങളാണ്, 3 സിറ്റുവേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. അതായത് 3 സിറ്റുവേഷൻസ്. ഏറ്റവും ആദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ഹി ക്യാൻ റീറ്റെയിൻ ഇറ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. അതായത് നമ്മുടെ ഡ്രോയർ എന്ത് ചെയ്യാണ്? ഡ്രോയർ ഈ ബില്ല് ഇയാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത എന്ന് പറഞ്ഞ ഡ്രോയർ അല്ലേ നമ്മൾ പഠിച്ചില്ലേ, ആ ഡ്രോയർ ഈ ബില്ല് ഇയാളുടെ അടുത്ത് തന്നെ കയ്യിൽ വെക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ബില്ല് അയാളുടെ അടുത്ത് തന്നെ കൈ വെക്കുന്ന സിറ്റുവേഷനാണ് ആദ്യത്തത്. ഇനി അതിൽ തന്നെ വീണ്ടും 2 സിറ്റുവേഷൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തത് ഇയാൾ കളക്ടഡ് ഓൺ ദ മെച്യൂരിറ്റി ഡയറക്ട്ലി. അതായത് ഇയാൾ നേരിട്ട് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ നേരിട്ട് ബില്ല് കളക്ട് ചെയ്യുവാണ്. അങ്ങനെ പൈസ കളക്ട് ചെയ്യുകയാണ്. അതല്ല എങ്കിൽ ബാങ്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. അതായത് നമുക്ക് ബില്ലിന്റെ ആ ഒരു ടൈം പീരീഡിന് മുന്നേ പൈസ വേണം തോന്നി കഴിഞ്ഞാൽ ബാങ്കിൽ പോയിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ 2 സിറ്റുവേഷൻസിലുള്ള ജേർണൽ എൻട്രീസ് ആണ് ആദ്യത്തെ നമ്മൾ കാണുന്നത്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഹി ക്യാൻ ഗെറ്റ് ദ ബിൽ ഡിസ്കൗണ്ടഡ് ഫ്രം ദ ബിൽ. ബാങ്കിൽ നിന്ന് ഇയാൾ വീണ്ടും ഡിസ്കൗണ്ടഡ് ആയിട്ട് കളക്ട് ചെയ്യുകയാണ്. ദെൻ ഹി ക്യാൻ എൻഡോഴ്സ് ദ ബിൽ ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ. അപ്പം മൂന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പുള്ളി അയാളുടെ ഒരു ക്രെഡിറ്ററിന്റെ പേര് ഇപ്പം നമ്മൾ എൻഡോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പം അങ്ങനത്തെ ഒരു കേസാണ് മൂന്നാമത്തായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ നോക്കിയേക്കാം. കുറച്ച് ജേർണൽ എൻട്രീസ് ആണ്, അത് കുറച്ച് ലോജിക്കലായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. ആദ്യത്തേതാണ് when the bill of exchange is retained by the receiver with him till the date of maturity. അപ്പം നമുക്കറിയാം ബില്ല് ഇയാളുടെ കയ്യിൽ തന്നെ വെക്കുകയാണ്. അപ്പം ഏറ്റവും ആദ്യത്തെ എൻട്രി വരുന്നത് എന്താണ്? ഓൺ റിസീവിംഗ് ദ ബിൽ. അപ്പൊ ബിൽ റിസീവ് ചെയ്യുമ്പോഴത്തെ എൻട്രി എങ്ങനെയാണ് വരിക? ദാറ്റ് ഇസ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പാസ് ചെയ്യുക. ഇനി ഇത് ബില്ല് കിട്ടിയ ടൈം. ഇനി നെക്സ്റ്റ് എന്താണ്? ഇതിന്റെ അതേപോലെ തന്നെ ഈ ബില്ല് മെച്യൂർ ആവും അല്ലെ, ഓൺ മെച്യൂരിറ്റിയുടെ ടൈമിൽ ബില്ല് മെച്യൂർ ആകുമ്പോൾ പേയ്മെന്റ് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളതല്ല, മെച്യൂർ ആകുമ്പോഴത്തേക്കും നമ്മളെ സംബന്ധിച്ച് ഈ ഡ്രോയറിന്റെ കയ്യിലോട്ട് പൈസ ഇങ്ങോട്ട് കിട്ടുക ചെയ്യുന്നത് അല്ലെ, ഡ്രോയിന്റെ അടുത്തുനിന്ന്. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ലോജിക്ക് പഠിച്ചിട്ടുണ്ട്, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പൈസ കയ്യിലോട്ടോ അല്ലെങ്കിൽ ബാങ്കിലോട്ടോ ഇട്ട് കൊടുക്കും. ദാറ്റ് ഇസ് ക്യാഷ് അക്കൗണ്ട് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്നും പറഞ്ഞ് നമ്മൾ എഴുതും. അപ്പം ഇതാണ് ബേസിക്കലി 2 എൻട്രീസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇനി നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് വഴി നമുക്ക് ഈ പേയ്മെന്റ് റിസീവ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ മെച്യൂരിറ്റി പീരീഡിന് കുറച്ച് മുന്നേ ആയിട്ട് നമ്മൾ ബാങ്ക് വഴിയാണ് നമുക്ക് ഇത് റിസീവ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നമ്മൾ ഏതൊക്കെ എൻട്രീസ് പാസ് ചെയ്യും? ആദ്യത്തേത് ഓൺ സെൻഡിംഗ് ദ ബിൽ ഫോർ കളക്ഷൻ. ബിൽ കളക്ട് ചെയ്യാൻ വേണ്ടി അയക്കുന്നതിന് എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്. അതായത് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് എഴുതും. നെക്സ്റ്റ് അടുത്തതായിട്ട് ഓൺ റിസീവിംഗ് ദി അഡ്വാൻസ് ഫ്രം ദ ബാങ്ക് ദാറ്റ് ദ ബിൽ ഹാസ് ബീൻ കളക്ടഡ്. അപ്പോൾ ബാങ്കിൽ നിന്ന് നമ്മൾ അഡ്വൈസ് കളക്ട് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ എൻട്രി വരും? അപ്പോൾ നമുക്കറിയാം ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ വരികയാണ് അല്ലെ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതുക. നെക്സ്റ്റ് when the receiver gets the bill discounted from the bank. ഇനി റിസീവർ ആണ് ഈ ബിൽസ് ഡിസ്കൗണ്ടഡ് ബാങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നെങ്കിൽ അവിടെയും 2 എൻട്രീസ് പാസ് ചെയ്യും, ഓൺ റിസീവിംഗ് ദ ബില്ലും പിന്നെ ഡിസ്കൗണ്ടിംഗ് ടൈമിലും. അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്, ശ്രദ്ധിക്കാം നമുക്ക്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു അക്കൗണ്ട് ആണ് വരിക. ദാറ്റ് ഇസ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് എഴുതും. ഇനി അതേപോലെ ഡിസ്കൗണ്ടിംഗ് ടൈമിൽ എന്താ സ്പെഷ്യാലിറ്റി? നമ്മൾ പറഞ്ഞു 1 lakh rupees ആണ് നമുക്ക് കിട്ടാനുള്ളതെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ നേരിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു കുറച്ച് പൈസ ബാങ്കുകാർ ചാർജസ് ആയിട്ട് പിടിക്കും. അപ്പോൾ അവിടെ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത് ജേർണൽ എൻട്രീസ്.
എൻട്രീസ്. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടത് ഓൺ മെച്യൂരിറ്റി ആണ്. മെച്യൂർ ആകുമ്പോൾ അതായത് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മെച്യൂർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും എൻട്രീസ് പാസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ നോക്കുക, ഓൺ റിസീവിംഗ് ദ ബില്ലും ഉണ്ട്, ഓൺ എൻഡോഴ്സിംഗ് ദ ബില്ലും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ബില്ല് റിസീവ് ചെയ്യാന്ന് പറയുമ്പോൾ പൈസ സ്വീകരിക്കുന്നു എന്ന് തുല്യമാണ് അല്ലേ. അപ്പോൾ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് എന്ന് നമ്മൾ എഴുതും. ഇനി അടുത്തത് എൻഡോഴ്സ് ചെയ്യുമ്പോഴത്തെ എങ്ങനെയാണ്, എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഓർക്കുക നമ്മുടെ ക്രെഡിറ്ററിനെ നമ്മൾ ഓർക്കും അല്ലേ. അപ്പോൾ ക്രെഡിറ്ററിന്റെ പേരിൽ നമ്മുടെ പേരിലോട്ടല്ല പൈസ വരിക, മറിച്ച് ക്രെഡിറ്ററിന്റെ അക്കൗണ്ടിലോട്ടായിരിക്കും പോവുക. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. ഇനി അടുത്തായിട്ട് നമ്മൾ കണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പം ഡ്രോയറിന്റെ അക്കൗണ്ടിലാണ് എഴുതിയത് അല്ലേ. ഇനി നമ്മൾ പ്രോമിസർ അല്ലെങ്കിൽ ആക്സെപ്റ്ററിന്റെ അക്കൗണ്ടിലോട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, ബിക്കോസ് ഇവ രണ്ടുപേരുടെ ബുക്സിൽ നമ്മൾ കാണിക്കണം അല്ലേ. അപ്പം ആക്സെപ്റ്ററിന്റെ അല്ലെങ്കിൽ പ്രോമിസറിന്റെ അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇമ്പാക്ട് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചത് നമ്മുടെ എക്സാമ്പിൾ ഇവിടെ കൺസിഡർ ചെയ്യാം, ദാറ്റ് ഇസ് ബിൽസ്. നമ്മളിവിടെ കണ്ടായിരുന്നു, അതായത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്നായിരുന്നു നമ്മൾ ആദ്യമേ കണ്ടത് അല്ലേ. അപ്പോൾ ഇനി വരുമ്പോൾ നേരെ ഇതിനെ റിവേഴ്സ് ഇടുക എന്നുള്ളത് മാത്രം നമ്മൾ ചെയ്താൽ മതി. റിവേഴ്സ് ഇടുക, അതിനൊപ്പം തന്നെ വേറെ കാര്യം കൂടി ശ്രദ്ധിക്കുക. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡെറ്റേഴ്സിനെ ക്രെഡിറ്റേഴ്സ് ആക്കി മാറ്റും, ബിൽസ് റിസീവബിളിനെ ബിൽസ് പേയബിൾ എന്നാക്കി മാറ്റും, എന്നിട്ട് അതിനെ റിവേഴ്സ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് വരിക, എൻട്രി വരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എന്നായിരിക്കും ഈ എൻട്രി വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഏറ്റവും ആദ്യത്തെ എൻട്രി. ആക്സെപ്റ്റർ അല്ലെങ്കിൽ പ്രോമിസറിന്റെ അക്കൗണ്ടിലോട്ട് നമ്മൾ എഴുതുമ്പോഴത്തെ ഫസ്റ്റ് എൻട്രിയാണ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തെ എൻട്രി. ഇനി ബാക്കി എല്ലാം ഇതേപോലെ തന്നെയാണ്, നമ്മൾ ആദ്യമേ പഠിച്ച എൻട്രി ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് എൻട്രീസ് പഠിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു സ്ട്രാറ്റജി ഉള്ളൂ, ടാസ്ക് ആയിട്ടുള്ളൂ. നെക്സ്റ്റ് ആണ് ഓൺ ദ മെച്യൂരിറ്റി ഓഫ് ദ ബിൽ, ദാറ്റ് ഇസ് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ബിൽസ് റിസീവബിൾ എന്ന് നമ്മൾ ഇതുവരെ കണ്ട സ്ഥാനത്ത് ബിൽസ് പേയബിൾ ആയി മാറും, ബിക്കോസ് ഇയാളാണ് പേ ചെയ്യേണ്ട ആൾ. അതുകൊണ്ട് അപ്പോൾ ഇതിനൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഏത് കാണിച്ചിട്ടുണ്ട്, അതായത് നമുക്ക് ഈ സമ്മറി മൊത്തം കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഏത് ട്രാൻസാക്ഷൻ ആണ്, ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ഏത് എൻട്രി പാസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോളജ് വെച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അമിത് സോൾഡ്. അപ്പോൾ ഇവിടെ അമിത് ആണോ, അമിതും സുമിത്തും ആണ് ഇവിടെ. ഓക്കെ, സോ അമിത് സോൾഡ് ഗുഡ്സ് ഫോർ 20,000 ടു സുമിത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വരച്ചേക്കാം. അമിത് സുമിത്തിന് ഗുഡ്സ് സെൽ ചെയ്തു. എത്ര രൂപയ്ക്കാണ്, ₹20,000. ഇത് എന്താ സംഭവിച്ചത്, ജാനുവരി 1 2017 സംഭവിച്ചത്. അപ്പം അമിത് ഡ്രൂ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അപ്പൗൺ സുമിത്. അപ്പം അമിത് എന്ത് ചെയ്തു, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. ആരുടെ പേരിലായിരിക്കും, തീർച്ചയായും സുമിത്തിന്റെ പേരിലായിരിക്കും. ഇനി എത്ര മാസത്തിനുള്ളിൽ പേ ചെയ്യാനാണ്, 3 month്സിനുള്ളിലാണ് ഇയാൾ പേ ചെയ്യാൻ അഗ്രി ചെയ്തിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്തു, സുമിത് ഈ സാധനം ആക്സെപ്റ്റ് ചെയ്തു, ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതേപോലെ തന്നെ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത് എന്ത് ചെയ്തു, സുമിത് ഈ പൈസയൊക്കെ അമിതിന് തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുത്തെ ജേർണൽ എൻട്രി റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു വെച്ചാൽ അമിത് റിറ്റെയിൻഡ് ദ ബിൽ ടിൽ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് മെച്യൂരിറ്റി കളക്ടഡ് ഡയറക്ട്ലി. അതായത് അമിത് ഈ ബില്ല് ഇയാളുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ചു വെച്ചു, എന്നിട്ട് ആ മെച്യൂരിറ്റി ഡേറ്റ് വന്നപ്പോഴത്തേക്കും, അതായത് 1/3/2017 വന്നപ്പോഴത്തേക്കും ഇയാൾ നേരിട്ട് പൈസ കളക്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിന്റെ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യമേ നമുക്ക് ഏത് എൻട്രിയാണ് ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യമേ നമ്മൾ ഗുഡ്സ് സെല് ചെയ്യുന്നിടത്താണ് പ്രശ്നം തുടങ്ങുന്നത് അല്ലേ, ഈ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഏറ്റവും ആദ്യമേ നമ്മൾ എൻട്രി ചെയ്യേണ്ടത് ജേർണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽസിന്റെ എൻട്രി ആണ് നമ്മൾ ചെയ്യേണ്ടത്. ക്രെഡിറ്റ് സെയിൽസിന്റെ ജേർണൽ എൻട്രി ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ സുമിത്സ് അക്കൗണ്ട് ഡെറ്റർ 20,000 ടു സെയിൽസ് അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതും. അപ്പോൾ നമ്മുടെ ജേർണൽ ഒക്കെ ഒന്ന് വരയ്ക്കുക, ഇത് മറന്നു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ എൻട്രി. ഇനി അടുത്തായിട്ട് നമ്മളോട് പറയുന്നത് വെച്ചാൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ നടന്നല്ലോ, അപ്പം അതേ ദിവസം തന്നെ നമ്മൾ ബിൽ ഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ബിൽ ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ എൻട്രി പാസ് ചെയ്യും, നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, ദാറ്റ് ഇസ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഡെറ്റർ ആരാണ്, നമ്മുടെ ഇവിടെ സുമിത് ആണ്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ പേര് എഴുതും, ടു സുമിത്സ് അക്കൗണ്ട് എന്നെഴുതും. എത്ര രൂപയ്ക്കുള്ള ബില്ലാണ് ഡ്രോ ചെയ്തത്, 20,000 നമ്മൾ എഴുതി. അപ്പം ഇതും നമ്മൾ ചെയ്തു. ഇനി അടുത്തായിട്ട് പറയുന്നത് അടുത്ത എന്ത് ട്രാൻസാക്ഷൻ ആയിരിക്കും, ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അല്ലെ. അപ്പം ഇയാൾ മര്യാദയ്ക്ക് നേരെ പൈസ പേ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, അപ്പം ഏപ്രിലാണ് ഇയാൾ പൈസ പേ ചെയ്യേണ്ടത്. അപ്പം 1/4/2017 ഇയാൾ പൈസ പേ ചെയ്യുകയാണ്. അപ്പൊ എൻട്രി എങ്ങനെ വരും, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. എൻട്രി വരുന്നത് ഇയാൾ കൈ തന്നു എന്നല്ല, നമ്മളിവിടെ വിചാരിക്കാം ബാങ്കിൽ തന്നു, കയ്യിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് എഴുതുക, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ട് എന്നാണ് എഴുതാറ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിളിന് നമുക്കൊരു ഡെബിറ്റ് കൊടുത്തു. അപ്പോൾ അതിന് നമ്മൾ ഈ പൈസ തന്നു എന്ന് കാണിക്കണമെങ്കിൽ ഇതിനൊരു ക്രെഡിറ്റ് കൊടുക്കണം, ദാറ്റ് ഈസ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതും. എത്ര രൂപയാണ് ഇയാൾ തന്നത്, 20,000 ബില്ലായിരുന്നു. അപ്പം ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ജേർണൽ എൻട്രിയിൽ ആദ്യത്തെ ഒരു പോയിന്റ് എഴുതേണ്ട ജേർണൽ എൻട്രീസ്. അതായത് ഇവിടെ സ്റ്റോറി ക്ലിയർ ആണ്, നമ്മൾ ഗുഡ്സ് സെൽ ചെയ്തു, ക്രെഡിറ്റിന് അപ്പം ബില്ല് ക്രിയേറ്റ് ചെയ്തു, ബില്ലിന്റെ മെച്യൂരിറ്റിയിൽ പൈസ തിരിച്ചു കിട്ടി. ഇനി amount, അമിത് ഡിസ്കൗണ്ടഡ് ദ ബിൽ അറ്റ് ₹12% per annum ഫ്രം ഹിസ് ബാങ്ക്. അപ്പോൾ അമിത് എന്ത് ചെയ്തു, നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് വെച്ചാൽ അമിതിന് പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, 3 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ പുള്ളിക്ക് ആവശ്യം വന്നു, ഇയാൾ ബാങ്കിൽ ചെന്നിട്ട് ഈ ബില്ലിനെ നമുക്ക് എൻകാഷ് ചെയ്ത് എടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓർക്കുക ഡിസ്കൗണ്ടിന്റെ എൻട്രീസ് നമ്മൾ ഇവിടെ പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി ഇതിന്റെ ഒപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവറപ്പ് ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് ആലോചിച്ചൊന്ന് ചെയ്ത് നോക്കുക. ഇതെല്ലാം നമ്മുടെ ആൻസേഴ്സ് ഇപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ആണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ ആദ്യമേ ഗുഡ്സ് സെല് ചെയ്യുന്നതിന്റെ എൻട്രി എഴുതണം, ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ എൻട്രി എഴുതണം, അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോഴത്തേക്കും 3 മാസത്തിന് മുന്നോടിയായിട്ട് തന്നെ ബിൽസ് എപ്പോൾ ഡിസ്കൗണ്ടഡ് ചെയ്തെടുക്കുന്നു ആ എൻട്രിയും പാസ് ചെയ്തു. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് അമിത് എൻഡോഴ്സ്ഡ് ദ ബിൽ ഓൺ ഹിസ് ടു ഹിസ് ക്രെഡിറ്റർ അങ്കിത്. അപ്പം അമിത് ആർക്കോ പൈസ കൊടുക്കാനുണ്ട്, അതായത് അങ്കിത്തിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പം അങ്കിത്തിന് നമുക്ക് ഇവിടെ ഒന്ന് ഡ്രോ ചെയ്തേക്കാം, നമ്മുടെ സ്റ്റോറിയിലെ അടുത്ത കഥാപാത്രം. അപ്പം ഈ അങ്കിത്തിന്റെ പേരിൽ അമിതിന് കിട്ടാനുള്ള പൈസ അങ്കിത്തിന്റെ പേരിൽ കൊടുത്തോ എന്നും പറഞ്ഞിട്ടൊരു ബില്ല് ഇതിന്റെ അകത്ത് നമ്മൾ എഴുതുവാണ്. ഓക്കെ, സോ അതും അതിനുള്ള ജോൺ എൻട്രീസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ബാക്കി എല്ലാ എൻട്രീസും സെയിം വരിക, സെയിൽ സോൾഡ് ഗുഡ്സ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു, ഇത് രണ്ടും കോമൺ ആണ്. പക്ഷേ മൂന്നാമത്തെ എൻട്രിയിൽ മാത്രം മാറ്റം
വരും. എന്താണ്? ബാങ്ക് അക്കൗണ്ടിന് പകരം ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിന് പകരം അങ്കിത്തിന്റെ അക്കൗണ്ടിലോട്ടായിരിക്കും നമ്മൾ ഡെബിറ്റ് കൊടുക്കുക. ബിക്കോസ് റിമെമ്പർ ദ ഗോൾഡൻ റൂൾ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അങ്കിത്തിന്റെ അക്കൗണ്ടിലോട്ട് പൈസ കൊടുക്കണം എന്ന് വിചാരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എൻട്രി പാസ് ചെയ്യും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നാലാമത്തെ കേസാണ് when the bill was sent for collection by Amit to the bank. അപ്പം അമിത് ആണ് ഈ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിലോട്ട് അയക്കുന്നതെങ്കിൽ എൻട്രി എങ്ങനെ വരും? ബിൽസ് സെന്റ് ഫോർ കളക്ഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. അത് കഴിഞ്ഞിട്ട് കിട്ടിക്കഴിയുമ്പോഴോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് സെന്റ് ഫോർ കളക്ഷൻ. ഇനി നമ്മൾ പറയുമ്പോൾ 4 സിറ്റുവേഷനിലും സുമിത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന കാര്യത്തിൽ എല്ലാം സെയിം ആണ് അല്ലെ. കളക്ട് ചെയ്യുന്ന അമിത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ ഈ 4 ഡിഫറെന്റ് സിറ്റുവേഷൻസ് പറഞ്ഞത്. സുമിത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സുമിത്തിന് ആകെ 3 ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്താൽ മതി. ഒന്നാമത്തത് ഇയാൾ പർച്ചേസ് ചെയ്തു അല്ലെ, അമിത്തിന്റെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു എന്നുള്ളത് കാണിച്ചാൽ മതി. ദാറ്റ് ഇസ് പർച്ചേസസ് അക്കൗണ്ട് ടു അമിറ്റ്സ് അക്കൗണ്ട്. ഇനി അടുത്തായിട്ട് കാണിക്കാനുള്ളത് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് അമിറ്റ്സ് അക്കൗണ്ട് ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇയാൾ പൈസ കൊടുത്തില്ല, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് 3 മാസത്തേക്കുള്ള ക്രിയേറ്റ് ചെയ്തിട്ട് പോകുന്നു എന്നുള്ളതിന്റെ എൻട്രിയാണ് ഇത്. ഇനി 3 മാസം കഴിയുമ്പോൾ ഇയാൾ പേ ചെയ്യുമ്പോഴത്തെ എൻട്രിയോ ബിൽസ് പേയബിൾ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് എന്നുള്ളതാണ് എഴുതുക. അപ്പം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. ഇതേ ഒരു ഫ്രെയിം വർക്കിലാണ് ബാക്കി എല്ലാ ക്വസ്റ്റൻസും വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജേർണൽ എൻട്രീസ് തറവാക്കി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഡിസോണർ ഓഫ് എ ബിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബില്ല് ഡിസോണർ ആയി പോകുക അല്ലെങ്കിൽ ചെക്ക് ഡിസോണർ ആയി പോകുക എന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അതൊരു നെഗറ്റീവ് ഇമ്പാക്ട് തരുന്നത് അല്ലേ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പറഞ്ഞു ഒരാൾ സെല് ചെയ്യുന്ന സെല്ലർ ഒരാളുടെ പേരിൽ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു, ബിൽ ഡ്രോ ചെയ്യുന്നു, അയാൾ ആ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് പൈസ കൊടുക്കാനുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു. അതിന് ഇതേ സ്ഥാനത്തിൽ നമ്മൾ ഓൺ ദി ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ എന്നിട്ടും ഈ ഡ്രോയി എന്ന് പറഞ്ഞ് പേ ചെയ്യാനുള്ള ആൾ പൈസ തരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഡിസോണർ ഓഫ് ബില്ലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഈ സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ട്, ദാറ്റ് ഇസ് ആക്സെപ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി. അതായത് ഡ്രോയ്ക്ക് വേണ്ടിയിട്ട് പൈസ പേ ചെയ്തോളാം എന്ന് എഗ്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആക്സെപ്റ്റർ. അപ്പം ഈ ആക്സെപ്റ്ററിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ചില എൻട്രികൾ നമുക്ക് എഴുതേണ്ടതുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ. അപ്പം അതാണ് ബേസിക്കലി നമ്മുടെ ഈ ഒരു ജേർണൽ എൻട്രിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്വസ്റ്റൻസ് ഒക്കെ വളരെ റെയർ ആയിട്ടാണ് വരുന്നത്, ബട്ട് എന്നാലും വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇത് ഒരിക്കലും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ആയിരിക്കില്ല. നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് പറയുമ്പോൾ ചിലപ്പോൾ ഡിസോണർ ഓഫ് എ ബിൽ വേർഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് തിയറി ആയിട്ട് ചോദിച്ചാലും ഇത് നമുക്ക് മിക്കവാറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രോബ്ലത്തിൽ ചെറുതായിട്ടൊക്കെയാണ് ചോദിക്കുന്നത്, ക്വസ്റ്റൻസിന്റെ പാർട്ടായിട്ടാണ് ചോദിക്കാറ്. അപ്പോൾ ഇതിന്റെ നമുക്ക് നോക്കാം. അഞ്ജു റിസീവ്ഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്യൂലി ആക്സെപ്റ്റഡ് ബൈ മഞ്ജു. മഞ്ജു ആണ് ഇവിടുത്തെ ബില്ല് ആക്സെപ്റ്റ് ചെയ്തയാൾ. അതെന്ന് പറയുമ്പോൾ നമ്മുടെ ഡ്രോയി എന്ന് പറഞ്ഞാൽ മഞ്ജു ആണ്. മഞ്ജുവിന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് അഞ്ജു. എന്തായാലും മഞ്ജു എന്നൊക്കെ പറഞ്ഞ് എന്താണെങ്കിലും ഇതാണ് സ്റ്റോറി. അപ്പം മഞ്ജു റിസീവർ ആണ്. അപ്പം അയാൾ എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ അക്കൗണ്ട്സ് എങ്ങനെ നമ്മൾ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര എൻട്രീസ് ആണ് പാസ് ചെയ്യുക. അത് അവിടെ എല്ലാം എന്താണ് അഞ്ജു എന്ന് പറഞ്ഞ ആളുടെ പേരല്ല അവിടെ മെൻഷൻ ചെയ്യുക, മറിച്ച് മഞ്ജു എന്ന് പറയുന്ന ആക്സെപ്റ്റഡിന്റെ പേര് മാത്രമാണ് അവിടെ മെൻഷൻ ചെയ്യുക. അപ്പം ഇതൊക്കെ വായിച്ച് നോക്കി ഇത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊന്നുമില്ല, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബിക്കോസ് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ഈ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നോട്ടിംഗ് ചാർജസ്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞ പോലെ അത് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെറുതെ ഒരാളൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ചുമ്മാ സൈൻ ചെയ്തിട്ട് കാര്യമില്ല. ഇറ്റ് ഹാസ് ടു ബി രജിസ്റ്റർഡ് ബൈ എ നോട്ടറി പബ്ലിക് എന്നാണ് ഇവിടുത്തെ പറയുന്നത്. ഒരു നോട്ടറി പബ്ലിക് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ഒരു നോട്ടറിയുടെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ഒക്കെ വെച്ച് നോട്ടിംഗ് ചാർജസ് ഒക്കെ കൊടുത്താൽ മാത്രമാണ് ഇതിനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അതാണ് ബേസിക്കലി നോട്ടിംഗ് ചാർജസ് അല്ലെങ്കിൽ നോട്ടറിയുടെ അടുത്ത് നമ്മൾ പോയി ബില്ലിനെ അപ്രൂവ് ചെയ്യുക, ഒത്തന്റിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ കൊണ്ട് അർത്ഥം വെക്കുന്നത്. ഇനി ഇതേ ബാലൻസിൽ അടുത്ത് പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് റിന്യൂവൽ ഓഫ് ദ ബിൽ. അതായത് ബില്ലിനെ റിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ പലപ്പോഴും കേട്ടൊരു വാക്കാണ് റിന്യൂ ചെയ്യുക. അപ്പോൾ റിന്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു എഗ്രിമെന്റ് ആര് തമ്മിലാണ്? ഡ്രോയും തമ്മിലാണ്. അപ്പോൾ ഈ ഡ്രോയും തമ്മിലുള്ള എഗ്രിമെന്റ് ആദ്യമേ ഒരു എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെ റൂൾസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും തർക്കമുണ്ട്, എന്തെങ്കിലും ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ ബില്ലിനെ നമുക്ക് റിന്യൂ ചെയ്യാവുന്നേ. പുതുക്കിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതിനാണ് പറയുന്നത് റിന്യൂവൽ ഓഫ് എ ബിൽ. ഇനി അടുത്തായിട്ട് നമുക്ക് കാണുന്നതാണ്, അതായത് നമ്മളിപ്പോൾ കണ്ടു, അതായത് ബിൽസ് റിസീവബിൾ ബുക്സ് പഠിച്ചു നമ്മൾ, അതേപോലെ തന്നെ ബിൽസ് പേയബിൾ ബുക്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ രണ്ട് ബുക്സും എന്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണേ എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ദാറ്റ് ഇസ് ബിൽസ് റിസീവബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് സെൽ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവരാണ് ഡെറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ബിൽസ് പേയബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ബുക്കിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണ്? കുറച്ച് ജേർണൽ എൻട്രീസ് വരയ്ക്കുക ചെയ്തത്. അപ്പോൾ ഈ ജേർണൽ എൻട്രീസ് നമ്മൾ ഒരു പരിധി കൂടുതൽ, അതായത് ഒരു ട്രാൻസാക്ഷൻ ഓക്കെ, സെക്കൻഡ് ട്രാൻസാക്ഷൻ ഫൈൻ, ഒരു 5-10 ട്രാൻസാക്ഷൻ, ഇനി ഒരു 20 ട്രാൻസാക്ഷൻ, ഒരു 30 ട്രാൻസാക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി എല്ലാത്തിനും ഇതുപോലെ ജേർണൽ എൻട്രീസ് വരയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ലെഡ്ജേഴ്സ് അല്ലെങ്കിൽ 2 ബുക്സ് ആണ്. ദാറ്റ് ഇസ് ബിൽസ് റിസീവബിൾ ബുക്സ് ആൻഡ് ബിൽസ് പേയബിൾ ബുക്സ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബിൽസ് റിസീവബിൾ ബുക്കിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കെയർഫുള്ളി അത് അനലൈസ് ചെയ്യാം. ദാറ്റ് ഇസ് നമ്പർ ഓഫ് ബിൽ, ഡേറ്റ് റിസീവ്ഡ്, ഡേറ്റ് ഓഫ് ബിൽ, ഫ്രം ഹോം റിസീവ്ഡ്, ആരുടെ കയ്യിൽ നിന്നാണ്, അതായത് ഡ്രോയറിന്റെ പേരാണ് ഇവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ ഡ്രോയർ, ആക്സെപ്റ്റർ, വെയർ പേയബിൾ, ടേം, ഡ്യൂ ഡേറ്റ്, ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്, ഇങ്ങനെ. അപ്പോൾ ഇതുപോലെയാണ് ബിൽസ് റിസീവബിൾ ബുക്സിന്റെ ഒരു ഫോർമാറ്റ് പോകുന്നത്. നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ബിൽസ് പേയബിൾ ബുക്ക്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ പേയബിൾ ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് എന്നുള്ളതിന്റെ റെക്കോർഡ് ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽസ് കാണിക്കുന്ന ഒരു ബുക്കാണ് ബിൽസ് പേയബിൾ ബുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്പർ ഓഫ് ബില്ല്, ഡേറ്റ് ഓഫ് ബില്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസ്ഡ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റൻ വരുന്നുണ്ട്. ഈ ക്വസ്റ്റൻ നമ്മൾ അനലൈസ് ചെയ്താൽ അറിയാൻ പറ്റും. ആദ്യം എന്താണ്? റിസീവ്ഡ് ഫ്രം എസ് മിത്ര ബിൽ ഡ്യൂലി ആക്സെപ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നമ്മളൊരു പേയ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യുകയാണ് അല്ലേ. ഇത് നമ്മൾ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് പേ ചെയ്യേണ്ടത്? പേയബിൾ ആഫ്റ്റർ 3 months ആണ്, ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള 3 monthsനുള്ളിൽ. ഇനി സെക്കൻഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ആക്സെപ്റ്റഡ് ആസ് വാർഡൻസ് ഡ്രാഫ്റ്റ് ഫോർ 9,70,000. അപ്പം ഈ വേർഡിങ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പം ഏറ്റവും ആദ്യത്തെ എന്തായിരുന്നു? അത് ബിൽസ് റിസീവബിൾ ആണോ, നമ്മുടെ കയ്യിലോട്ട് വരാനുള്ളതാണോ, ബിൽസ് പേയബിൾ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും?
നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു. അതായത് ഒരു ഡ്രാഫ്റ്റ് എപ്പോഴാണ് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്? നമ്മൾ പേ ചെയ്തോളാം എന്ന് ആക്സെപ്റ്റഡ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡ്രോയി പറയുമ്പോഴാണ് ഇതിനെ ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ എന്നാണ് ഇതിനെ നമുക്ക് ബിൽസ് റിസീവബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ല എന്നുള്ളതെങ്കിൽ അയാൾ ആക്സെപ്റ്റഡ് എന്ന് എഴുതുന്ന അത്രയും കാലവും അതിനെ ഒരു ഡ്രാഫ്റ്റ് എന്ന് നമ്മളതിനെ വിളിക്കും. അത് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ല എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ അനലൈസ് ചെയ്യാം. ഇത് റിസീവ്ഡ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബിൽസ് റിസീവബിൾ ആണെന്ന് കൺസിഡർ ചെയ്തേക്കല്ലേ. ഇതിന്റെ പേരുകൾ നമ്മൾ വായിച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ബിൽസ് റിസീവബിൾ ആണോ അതോ ബിൽസ് പേയബിൾ ആണോ എന്നുള്ളത്. ബിക്കോസ് അതിന്റെ ബേസിസിൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. ഇവിടെ കുറെ കാര്യങ്ങൾ ബിൽസ് റിസീവബിളും ഉണ്ട്, അതേപോലെ തന്നെ പേ ചെയ്യാനുള്ളതും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ട്രാൻസാക്ഷൻ നോക്കി റിസീവ്ഡ് ഫ്രം എസ് മിത്ര ബിൽ. എസ് മിത്രയുടെ കയ്യിൽ നിന്ന് ബില്ല് നമുക്ക് കിട്ടി 1,32,500. അപ്പോൾ അതിന് നമുക്ക് ബിൽസ് റിസീവബിൾ ആണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? നമ്പർ 1 ഇട്ടു, ഡേറ്റ് ഇട്ടു, അതേപോലെ നമ്മൾ എന്നാണ് ഡേറ്റ് റിസീവ് ചെയ്തത് എന്നുള്ളത് എഴുതി. ബിൽ ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയത്? എസ് മിത്രയുടെ കയ്യിൽ നിന്നാണ്. ഡ്രോയർ ആരാണ്? നമുക്കാണ് ഇങ്ങോട്ട് തരേണ്ടത് അല്ലേ. അപ്പം സെൽഫ് എന്ന് എഴുതി. ഇനി അതേപോലെ ആക്സെപ്റ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? എസ് മിത്ര ആക്സെപ്റ്റ് ചെയ്തു. ഇനി എവിടെയാ സ്ഥലം? ബോംബെ ആണ്. ടേം പേബിൾ എത്ര ടൈം പീരീഡ് ആണ്? 3 months ആണ്. ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പോൾ April 17th ആണ്. നമ്മൾ ജാനുവരിയിലാണ് നമ്മൾ ബിൽ എഴുതിയത്. അപ്പം ഡ്യൂ ഡേറ്റ് വിൽ ബി April 17th. ലെറ്റർ ഫോളിയോ ലെഡ്ജേഴ്സിന്റെ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഇടേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതൊരു ഡെഡ് ഫോം ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ അത് ഫോർമാറ്റ് വരയ്ക്കുമ്പോൾ ഇത് എഴുതേണ്ട അത്യാവശ്യമുണ്ട്. പിന്നെ എമൗണ്ട് കോളം, എമൗണ്ട് അറിയാലോ, എത്ര എമൗണ്ടിനുള്ള ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഇതേപോലെ തന്നെ ബാക്കി ഓപ്ഷൻസ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഇതിൽ ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും. അപ്പോൾ ഓവറോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റനിൽ നമുക്ക് കാണാൻ പറ്റും ടോട്ടൽ നമുക്ക് എത്ര ബിൽസ് റിസീവബിൾ ഉണ്ട്? 2,73,500 ബിൽസ് പൈസ ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ഇനി ബിൽസ് പേയബിൾ എത്രയാണ്? ഇതേപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 1,99,500 ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതാണ് ബിൽസ് പേയബിളിന്റെയും ബിൽസ് റിസീവബിളിന്റെയും ഒരു എക്സാമ്പിൾ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ എൻഡിലോട്ട് വരികയാണ്. അപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വാക്കാൽ പറഞ്ഞു പോകുന്ന ഡെറ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. അതേ സ്ഥാനത്ത് നമുക്ക് എന്താണ് ഒരു അഷ്യൂറൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇതുപോലെ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒന്നില്ലേലും നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ളവർ പൈസ തന്നില്ലേ പോലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് ബാങ്കിൽ നിന്നോ എൻകാഷിയോ എന്തെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ബിൽസ് റിസീവബിൾ ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്. ഇനി അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ കണ്ടു. ദെൻ വാട്ട്സ് എ പ്രോമിസറി നോട്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ മെയിൻ ആയിട്ട് വെച്ചാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മെയിൻ ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് ഏതൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഈ പറഞ്ഞ ജേർണൽ എൻട്രീസ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒരു 3-4 സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ടാസ്ക്. അത് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഈസി ടു ക്രാക്ക് ആണ്.